മുതൽ വരക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ തുടങ്ങി 6ാം ക്ലാസ് മുതൽ ചെയ്യാൻ തുടങ്ങി. അമ്മ ഫാബ്രിക് പെയിൻറ്റിൻ്റെ മത്സരത്തിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പിന്നെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലൊക്കെ. ഏറ്റവും ആദ്യം വരച്ച ചിത്രം കൃഷ്ണനാണ്. കൈ കൊണ്ട് വരച്ചിട്ട് പെയിൻ്റ് കൊടുത്തതാണ്. അതിൽ എനിക്ക് സ്കൂൾ തലത്തിൽ സെലക്റ്റായി. സബ് ജില്ലയിൽ പോയി. സബ് ജില്ലയിൽ A ഗ്രേഡ് കിട്ടി. വീട്ടിലെല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അമ്മ ഫാഷൻ ഡിസൈന് വേണ്ട ഓരോ ട്രിക്കുകളെല്ലാം പറഞ്ഞു തരാറുണ്ട്. പിന്നെ സബ് ജില്ലാ തലത്തിലൊക്കെ പോകാറുണ്ട്. സ്കൂൾ തലം, സബ് ജില്ലാ തലം. 6ാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് വരെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ബാലവാടി പഠിക്കുമ്പോൾ മോള് വീട്, മരം അങ്ങനെയെല്ലാം വരക്കാൻ തുടങ്ങി. പിന്നെ 1ാം ക്ലാസ്സിലെത്തുമ്പോൾ അതേപോലെ തന്നെ. 6ലെത്തുമ്പോഴാണ് ഫാബ്രിക് പെയിന്റിലേക്ക് വരാൻ തുടങ്ങിയത്. എന്താ വെച്ചാൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് മോള് പറഞ്ഞു ഫാബ്രിക് പെയിന്റ് ടീച്ചർ സ്കൂളിലത്തെ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ വരക്കുന്നുണ്ടല്ലോ, ചിത്രം വരക്കുന്നുണ്ടല്ലോ, അപ്പം പങ്കെടുപ്പിച്ചൂടെയെന്ന് പറഞ്ഞു. അങ്ങനെ ഫാബ്രിക്കിൽ അവളെ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ അതിൻ്റെ ട്രിക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ വരച്ചിട്ട് തന്നെ മത്സരത്തിലെടുത്തു. സ്കൂളിൽ നിന്ന് സെലക്ഷൻ കിട്ടി. സബ് ജില്ലയ്ക്ക് പോയി. പിന്നെ സബ് ജില്ലയിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂ ഇതുവരെ അവൾ സബ് ജില്ലയ്ക്കെല്ലാം പോകാൻ തുടങ്ങി. ഇപ്പം മ്യൂറൽ പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും ഓയിൽ പെയിൻറ്റെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ വർക്ക് ഏറ്റെടുത്തിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രസ്സിലെല്ലാം ചെയ്യുന്നുണ്ട്. മോള് വരച്ചും സ്റ്റിച്ച് ചെയ്തും അവർക്ക് കിട്ടുന്ന വരുമാനം ശേഖരിച്ചിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പം ഷെൽഫ് പോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്.